ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് അക്കാര്യത്തിൽ താങ്കളൊരു സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കഷ്ടം. നമസ്കാരം. അങ്ങനെ ഒടുവില് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ എമ്പുരാൻ സിനിമ വിവാദത്തിൽ ഒരു പ്രതികരണം നടത്തിയേക്കാണ്. അദ്ദേഹം ഇത്രയും ദിവസം ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള പ്രതികരണവും നടത്തിയില്ല. ഫൈനലി അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒരു ഡ്രാമയാണ്, സിനിമയിലെ അണിയറ പ്രവർത്തകർ ചെയ്തു വെച്ച ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമയാണ്, സിനിമ കുറച്ചും കൂടി വളർത്താനും ബിസിനസ് മാത്രം ലക്ഷ്യം കണ്ട് ചെയ്തൊരു പരിപാടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഒരു ഡയറക്ഷനിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് മൊത്തം എന്താണ്? ഒരു നാടകമാണ്, ഒരു ഡ്രാമയാണ്. എന്നാൽ ഈ ഡ്രാമ കാരണം ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഈ ഡ്രാമയൊക്കെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പ്രതികൂലമായി ബാധിക്കും എന്ന് വിചാരിച്ചെടുത്ത് സത്യത്തിൽ ആ സിനിമയ്ക്ക് അനുകൂലമായിട്ടാണ് ബാധിച്ചേക്കുന്നത്. 200 കോടി കടന്നു, വൈകാതെ തന്നെ 500 കോടിയിലെത്തും. ഇന്ത്യ മുഴുവൻ ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞു. ഇന്ത്യ മുഴുവൻ ഈ സിനിമയെ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഹിന്ദി യൂട്യൂബേഴ്സ്, ഹിന്ദി റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന യൂട്യൂബേഴ്സും തമിഴ് യൂട്യൂബേഴ്സും തെലുങ്ക് യൂട്യൂബേഴ്സും ഒക്കെ തന്നെ ഈ സിനിമയെ എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? അതിന് കാരണമായത് എന്താണ്? ഇവിടെ നടക്കുന്ന ഈ ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമ തന്നെയാണ്. എന്നാൽ ഇദ്ദേഹം മറച്ചു വെച്ച വേറൊരു കാര്യമുണ്ട്. ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരല്ല സത്യത്തിൽ ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനുള്ള എലമെന്റുകളൊക്കെ തന്നെ ഈ സിനിമയിൽ അവര് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ എലമെന്റിലൊക്കെ കയറി പിടിച്ചതാരാണ്? രാഷ്ട്രീയക്കാരല്ലേ. ഈ സിനിമ അങ്ങോട്ട് ഇറങ്ങിയതോട് കൂടിയിട്ട് രാഷ്ട്രീയക്കാർ അവിടെ പോസ്റ്റ് ഇടുന്നു, ഇവിടെ പോസ്റ്റ് ഇടുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ സിനിമ ദേശവിരുദ്ധമാണ്, ഈ സിനിമ നമ്മുടെ രാജ്യത്തിനെതിരാണ്, ഈ സിനിമ അതിനെതിരാണ്, ഇതിനെതിരാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാക്കി, വലിയ പ്രശ്നമാക്കി ഈ ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്തതാരാണ്? രാഷ്ട്രീയക്കാരാണ്. അങ്ങനെ സത്യത്തിൽ ഈ സിനിമയുടെ ഡയറക്ടറും ഈ സിനിമയുടെ റൈറ്ററും ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്ന ആക്ടേഴ്സും ഒക്കെ തന്നെ വളരെ ബ്രില്യൻ്റ് ആണ്. അവർ നല്ല ബ്രില്യൻ്റ് ആണ്. അവരുടെ ബുദ്ധിയായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവര് കുഴിച്ച കുഴിയിൽ ഇവരെല്ലാവരും കൂടെ ചെന്ന് വീണു. എന്തിനാ അങ്ങനെ വീഴാൻ പോയി? അപ്പൊ വീണവരല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാര്? അപ്പൊ ഡ്രാമ കളിച്ചതാരാണ്? ഡ്രാമ നടത്തിയതാരാണ്? ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ചേർന്ന്. ഡ്രാമയ്ക്കുള്ള വസ്തുക്കളൊക്കെ തന്നെ ഇട്ട് വെച്ചിരുന്നത് ഈ സിനിമക്കാരാണ്. എന്നിട്ട് സിനിമ ഇപ്പൊ ജയിച്ചു, സിനിമ വിജയിച്ചു. ഈ സിനിമ പാർലമെന്റിൽ പോലും ഇപ്പൊ ചർച്ചയാകാൻ പോവാണ്. അതിന്റെ ന്യൂസ് റിപ്പോർട്ടിലൂടെ ഞാൻ കാണിച്ചു തരാം. വിവാദത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വൈശാഖ് ആര്യനാണ് ചേരുന്നത്. വൈശാഖ്, അങ്ങനെ പാർലമെന്റിലും എമ്പുരാൻ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ദേശീയ മാധ്യമങ്ങളിലടക്കം നിരന്തരം എമ്പുരാൻ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കും ഈ ചർച്ചകൾ എത്തിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷത്തു നിന്നും വിവിധ പാർട്ടികളിലുള്ള എംപിമാർ ഇതിനോടകം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് സഭകളിൽ നൽകി കഴിഞ്ഞു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയും സന്തോഷ് കുമാറും അതുപോലെ തന്നെ എ റഹീം. കേട്ടില്ലേ? ഇങ്ങനെ പാർലമെന്റിൽ പോലും എടുത്തു വെച്ച് ചർച്ചയാകണമെന്നുണ്ടെങ്കിൽ ആ സിനിമ സൃഷ്ടിച്ച കോളിളക്കം എന്ന് പറയുന്നത് ചെറുതല്ല. വെറും സാധാരണ ഒരു സിനിമ, എന്നും നമ്മൾ കാണുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഹോളിവുഡ് സ്റ്റൈലിലുള്ള, ഹോളിവുഡ് മോഡലിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മലയാള സിനിമ എന്ന ലേബലിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച സിനിമ എന്ന ലേബല് ഈ സിനിമയ്ക്ക് കൊടുത്തത് ആരാണ്? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. അത് രാഷ്ട്രീയക്കാർ മറന്നു പോകരുത്. സത്യത്തിൽ നിങ്ങളാണ് ഈ ഇൻപുട്ട് എല്ലാം അവർക്ക് കൊടുത്തത്. അതാണ് സത്യം, അതാണ് സത്യാവസ്ഥ. ഇപ്പൊ ഈ സിനിമ ജയിക്കാൻ കാരണവും നിങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ 500 കോടി കടക്കുക, 500 കോടി കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അവര് വിചാരിച്ചു വെച്ചേക്കുന്ന ബെഞ്ച് മാർക്കിന്റെ അപ്പുറം പോവും. അതെന്ന് പറയുന്നത് L3 എന്ന് പറയുന്ന ഇനി വരാനിരിക്കുന്ന പാർട്ടിന് അതൊരു വഴി വെട്ടിയിടുന്നത് പോലെയാണ്. ഇതാണ് സത്യാവസ്ഥ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സിനിമയെ സിനിമയായിട്ട് കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടാണ് ഈ സിനിമ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിനെതിരായിട്ട് ഉള്ള എലമെന്റ്സ് ഒന്നും ആ സിനിമയിൽ ഇല്ല. പിന്നെ പാർട്ടിക്കാർക്ക്, പൊളിറ്റീഷ്യന്മാർക്കും
പാർട്ടിക്കാർക്കുമൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. പാർട്ടിക്കാർക്ക് എതിരായിട്ട് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സിന് എതിരായിട്ട് പറയുന്നത് കൊണ്ടോ അതൊരിക്കലും രാജ്യത്തിനെതിരാവുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഡയറക്ഷനൊക്കെ വളച്ചൊടിച്ച് വേറെ ഡയറക്ഷനിലേക്കൊന്നും ആക്കാതിരിക്കുക. അതിനകത്ത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് മുഴുവനായിട്ട് പറയുന്നുണ്ട്, അവരെ മുഴുവനായിട്ടും ഇങ്ങനെ വലിച്ചു കീറുന്നുണ്ട്. മിക്ക പൊളിറ്റിക്സിനെ കുറിച്ച് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഡേർട്ടി പൊളിറ്റിക്സ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റീഷ്യന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡേർട്ടി പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ് ആ സിനിമ സംസാരിക്കുന്നത്. അതിനകത്ത് ഈ മതപരമായ രീതിയിലൊന്നും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ വ്യൂ പോയിന്റ് വെച്ചുകൊണ്ടോ ചിന്തിക്കാതെ ഒരു സിനിമയുടെ വ്യൂ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ല. അതാണൊരു യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ചിന്തിക്കാതെ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പെരുപ്പിച്ച് കാണിച്ച് പോസ്റ്റുകൾ ഇട്ട് വലിയ വിവാദമാക്കി ഈ സിനിമയെ ഇത്രയും വളർത്തിയത് ആരാണ്? നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യന്മാർ തന്നെയാണ്. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ ജസ്റ്റ് ഒരു കുഴി കുഴിച്ചു വെച്ചു. ആ കുഴിയിലേക്ക് ഈ പൊളിറ്റീഷ്യന്മാരെല്ലാം കൂടി എടുത്ത് ചാടി. ഇപ്പൊ അവസാനം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിനും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനും പിന്നെന്താണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും ഒക്കെയാണ്. അതുകൂടാതെ തന്നെ മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററിനെയും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ നമ്മുടെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. രാജ്യം മുഴുവൻ ഒരു മലയാള സിനിമയെ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നു. ആര് കാരണം? നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യന്മാർ കാരണം. ഡ്രാമ തന്നെയാണ്, പക്ഷെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് പൊളിറ്റീഷ്യൻസ് ആണ്. അതാണ് സത്യം. പിന്നെ എമ്പുരാൻ സിനിമയിൽ 17 കട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 17 കട്ടല്ല, അതിൽ കൂടുതൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സീനുകളൊക്കെ ഉണ്ടല്ലോ, ആ സീനുകൾ റിമൂവ് ചെയ്തു. അതുകൂടാതെ തന്നെ ഇതിന്റെ വില്ലന്റെ പേര് മാറ്റി വേറെ പേരാക്കി, ബൽദേവെന്നോ അങ്ങനെ എങ്ങാണ്ടൊരു പേരാക്കി. അതുകൂടാതെ തന്നെ മതചിഹ്നങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ഇനി ഈ സിനിമ വരാൻ പോകുന്നത്. സത്യത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഒരുപാട് സിനിമകളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി സിനിമകളിൽ മതചിഹ്നങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സിനിമ കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാ സിനിമകളിലും മതചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സീനുകൾ വേറെ സിനിമകളിൽ കാണുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഒത്തിരി സിനിമകളിൽ അങ്ങനത്തെ സീനുകളുണ്ട്. അത്തരം സീനുകളൊക്കെ തന്നെ എല്ലാ സിനിമകളിലും കാണാൻ പറ്റും. പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറയുന്ന സീനുകൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറയുന്ന സീനുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ചും അന്വേഷണ ഏജൻസികളെ കുറിച്ചും ഒക്കെ പറയുന്ന സീനുകൾ ഒത്തിരി സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് ആ സീനുകളൊക്കെ വന്നപ്പോൾ ഇത്രയും പ്രശ്നമായത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും സത്യത്തിൽ ഒഴിവാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും വലിയ വിവാദമാകുമ്പോൾ, ഇത്രയും വലിയ പ്രശ്നങ്ങളാകുമ്പോൾ അവർക്ക് എഡിറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ എഡിറ്റ് ചെയ്തത്. ഇത്രയും വലിയ പ്രശ്നമാകുന്നു, രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഇടപെടുന്നു, പൊളിറ്റീഷ്യൻസ് എല്ലാം ഇടപെടുന്നു, രാജ്യം ഭരിക്കുന്ന പൊളിറ്റീഷ്യൻസ് തന്നെ ഇടപെടുന്നു. അത്തരം സാഹചര്യം വരുമ്പോൾ അവർക്കത് എഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, നിർവാഹമില്ല. അതുകൊണ്ട് റീ എഡിറ്റ് ചെയ്തു, പിന്നെ സെൻസർ ചെയ്തു, എന്നിട്ട് പുതിയ പതിപ്പ് ഇറക്കുന്നു. അപ്പോൾ അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ്. പൊളിറ്റീഷ്യൻസിന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ഇത്തരം കാര്യങ്ങളിലാണ് അവർക്ക് ഇടപെടാനുള്ള ഇതുള്ളത്, സൗകര്യമുള്ളത്. അവർക്ക് സൗകര്യമുള്ളതിനല്ലേ അവർ ഇടപെടത്തുള്ളൂ. ഇതിനൊക്കെ ഉള്ളൂ അവർക്ക് സൗകര്യം. അല്ലാതെ നാട് നന്നാക്കാനോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കാനോ അവർക്ക് സൗകര്യമില്ല.